ഹായ് ഗൈസ്, അവർ യൂണിവേഴ്സ് ഡ്രാമയുടെ 7th എപ്പിസോഡ് നോക്കിയാലോ? ആ റൂമിൽ ആരോ ഉണ്ട്, നിഴല് കാണാം. അവള് ശരിക്കും പേടിച്ചുപോയി. അലറി വിളിച്ചോണ്ട് അവിടെ വീണപ്പോ ആദ്യം ഓടി വന്നത് പാർക്കാണ്. പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓൺ ആക്കും. നോക്കിയതേ ഇയാള്. സംഗാണെങ്കിൽ ഫോണിൽ കൂടെ അവളുടെ അലർച്ചയെല്ലാം കേട്ടല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഓടി വരുവാണ്. വീടെത്തി അവൻ ആദ്യം നോക്കുന്നത് അവൾ ഓക്കെ ആണോ എന്നാണ്. അവൾക്ക് കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസം. അവിടെ പുതുതായിട്ട് ഒരാളെ കണ്ടു. അതാരാണെന്ന് ചോദിച്ചാ ഇതാണ് സംഗിന്റെയും അവന്റെ ചേട്ടന്റെയും അച്ഛൻ. ആള് വന്നപ്പോ ഡോറ് തുറന്ന് കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് അകത്ത് കയറിയത്. സംഗിനെ ഇപ്പൊ കണ്ടപ്പോ എന്ത് സന്തോഷമായെന്നറിയോ? വാത്സല്യത്തോടെ അവനെ ഒന്ന് ടച്ച് ചെയ്യാൻ നോക്കി അവനിപ്പോ സമ്മതിക്കില്ല, കൈ തട്ടി മാറ്റും. ഇങ്ങനെ ഒരാളെ അവന്റെ ഓർമ്മയിൽ പോലും അവൻ കണ്ടിട്ടില്ല. പാർക്കിനിപ്പോ തിരികെ പോകേണ്ട സമയമായല്ലോ. അവളോട് സൂക്ഷിക്കണമെന്നൊരു വാണിംഗ് കൊടുക്കുകയാണ്. അവന് ഇഷ്ടമല്ല അവളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ബിൽഡിംഗിൽ താമസിക്കുന്നത്. എത്ര റിസ്കിയാണത്. ഏട്ടയും സംഘം അവന്റെ അച്ഛന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം എന്റെ തെറ്റാ. പൈസക്ക് അത്യാവശ്യം വന്നപ്പോ വേറെ വഴിയൊന്നും കണ്ടില്ല. നിങ്ങളെ തനിച്ചാക്കി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്, സോറി പറയുന്നുണ്ട്. എന്നാൽ അവനിപ്പോ ഇയാളോട് ഒരു കണക്ഷൻ പോലെ ഫീൽ ആവുന്നില്ല. പെട്ടെന്നൊരു വ്യക്തിനെ കണ്ട മാതിരി, ഒരു സ്ട്രേഞ്ചറിനെ കണ്ട മാതിരിയാണ് അവന് ഫീൽ ആവുക. അത് അയാളോടും തുറന്നു പറഞ്ഞ് ഈ കാര്യത്തെ പറ്റി നമുക്ക് നാളെ സംസാരിക്കാമെന്നായി. പിന്നെ നമ്മുടെ വൂജോ, അവൻ ഇത്ര നേരം നെയ്ബേഴ്സിന്റെ വീട്ടിലായിരുന്നു സ്റ്റേ ആക്കിയത്. ഹ്യൂജിനിപ്പോ അവനെ കൊണ്ട് വീട്ടിൽ വന്ന അവനോട് സംഗിന്റെ അടുത്തേക്ക് വരും. അവന്റെ ചിരിയും കളിയും കാണുമ്പോഴാണ് സംഗ് ഒന്ന് റിലാക്സ് ആവുന്നത് തന്നെ. എന്നിട്ട് നേരെ ഹ്യൂജിന്റെ അടുത്ത് പോയി സോറി പറയാണ്. അവള് പേടിച്ച് വീണ ടൈമിൽ കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവൻ നോട്ട് ചെയ്ത് അതിലിപ്പോ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ആ സമയത്ത് നിന്റെ കൂടെ ഉണ്ടാവണമായിരുന്നു, പക്ഷെ എനിക്കതിന് പറ്റിയില്ല, സോറി. ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ എന്തോ ബിസിനസ് നടത്തി പൊളിഞ്ഞായിരുന്നു. പൈസക്ക് അത്യാവശ്യം വന്നപ്പോ മോഷ്ടിക്കേണ്ട വന്നു. നാട്ടുകാരൊക്കെ അറിഞ്ഞ് സീനായപ്പോ ആളോടി രക്ഷപ്പെട്ടു. ആളുകളൊക്കെ സംഗിന്റെ ചേട്ടനെ ഉപദ്രവിച്ചു. ഇവനൊന്ന് തീരെ കുഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഈ പെട്ടെന്നുള്ള വരവിന്റെ ഉദ്ദേശം അവന് അറിയണം. അതുകൊണ്ട് അവൻ ഡയറക്റ്റ് ആയിട്ട് ഇന്ന് മീറ്റ് ചെയ്യുവാണ്. എടാ അതൊക്കെ പണ്ടല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചാ അവൻ ഒരുപാട് വഴക്ക് പറയും. നാണമില്ലേന്ന് വരെ ചോദിക്കും. ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചേ അതുപോലെ തന്നെ ഇനിയും ജീവിച്ചാ മതി. ഇവിടെ നിങ്ങൾക്ക് ആരുമില്ല, ആരും കാണാൻ വരണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ആളാണെങ്കിൽ അവന്റെ കൈ പിടിക്കും. തെറ്റ് പറ്റിയെന്നറിയാം, ഒത്തിരി വൈകിപ്പോയെന്നും അറിയാം. കാലില് വീണ് വരെ കെഞ്ചുവാണ്. എന്നാ പോലും അവന്റെ മനസ്സിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. കെട്ടിയത് ഓഫീസ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അവരുടെ പ്രോജക്ട് സെലക്ട് ആയിട്ടുണ്ട്. സോ ഇനി മുതൽ പെർഫോമൻസ് കൂടി ഇൻക്രീസ് ചെയ്യണം. എല്ലാവരും അതിന് റെഡി അല്ലേ എന്ന് ചോദിച്ചാ അതെ. ജോക്കൂട്ടനാണെങ്കിൽ ഇന്ന് ഡേ കെയറിൽ പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് ഭയങ്കര കരച്ചിലാണ്. സംഘം കുറെ നേരമായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ആ അമ്മയും മുതുക്കും മോനും വരും. ആള് കുഞ്ഞിനെ എടുക്കും. ഇവന്റെ കരച്ചിലൊക്കെ ഒന്ന് മാറുമ്പോ ഡേ കെയറിൽ കൊണ്ടുവന്നാക്കണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ബായ് പറഞ്ഞു പോകുമ്പോ ഈ ഗ്രാൻഡൊക്കെ അവന്റെ കാര്യമെല്ലാം ഓർത്ത് ഭയങ്കര സാധാപമുണ്ട്. ചെറിയ പയ്യനാ, എന്തെല്ലാം ഉത്തരവാദിത്ത. അവൻ അവന്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് മോനും. അവൻ മാത്രല്ല അവളും. ഡേ കെയറിൽ നിന്ന് കുഞ്ഞിനെ വിളിച്ചോണ്ട് വരുന്നത് ഹ്യൂജിനായിരുന്നല്ലോ. ചോക്ക് നോക്കുമ്പോ ഒരാള്, വേറെ ആരുമല്ല പാർക്ക. ഇവരെ രണ്ടുപേരും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അത് ഹ്യൂജിനൊരു ഹെൽപ്പ് ആവൂലോ. സ്ഥലം എത്തുമ്പോ ജോക്കൂട്ട ഞാനും വരട്ടെ നിന്റെ വീട്ടിലേക്കെന്ന് ചോദിച്ചാ അവൻ അപ്പൊ തന്നെ നോ പറയും. അവിടുത്തെ ഡോർ ലോക്ക് ശരിയാക്കണം. ഡ്രിൽ എടുത്തോണ്ട് വരാൻ പറഞ്ഞാ അത് അന്യായ ഹൈറ്റിലാണ്. അവക്കത് എത്തുന്നില്ല, ഹൈറ്റില്ല. അപ്പൊ അവിടേക്ക് പാർക്ക് വരും. രണ്ടുപേരും തമ്മിൽ ചെറിയ കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുകയാണ്. വോജു ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സെയിം ടൈമിലാണ് സംഗ് അങ്ങോട്ട് വരുന്നത്. അവന് ലൈറ്റ് ആയിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക്. ഇവര് രണ്ടുപേരും ഒരുമിച്ച് കണ്ടതുകൊണ്ട്, നീ ഇത്ര ലേറ്റ് ആയിട്ടാണോ വീട്ടിൽ വരുന്നത്? ഈ ഒരു ഡോറിന്റെ ലോക്ക് ശരിയാക്കാൻ പോലെ നിനക്ക് ഇത്ര നാളായിട്ട് സമയം കിട്ടിയില്ല എന്ന് ചോദിച്ച് പാർക്ക് വഴക്ക് പറയുമ്പോ പിന്നെ അവന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടെയാണ് അത് ശരിയാക്കുന്നത്. ഇവര് തമ്മിൽ ഒരു കെമിസ്ട്രി ഇല്ല. തരം കിട്ടിയ രണ്ടുപേരും പരസ്പരം കുറ്റം പറയും. പക്ഷെ അവിടെ വന്നതുകൊണ്ട് അവനൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. സംഗ, ഹ്യൂജിൻ, വോജോ 3 പേര് ശരിക്കൊരു ഫാമിലി പോലെയാണ്. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വർക്ക് തീർത്ത് പോകാൻ തുടങ്ങുമ്പോ പാർക്ക് അവനോട് പറയും, ഹ്യൂജിൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ നീ അത് എന്നെ കോൾ ചെയ്ത് അറിയിക്കണം. എന്നാ അവൻ സമ്മതിക്കോ? ഞാനുള്ളപ്പോ അവർക്ക് എന്തുണ്ടാവാനാ? ഒന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ ഞങ്ങളുടെ ഫാമിലി മാറ്റർ, നീ ഇടപെടണ്ട. പാർക്കും വിട്ടുകൊടുക്കില്ല. ഞാനുള്ളപ്പോ ഇതുവരെ അവൾക്ക് ഒരു പ്രശ്നം പോലും വന്നിട്ടില്ല. എനിക്കത് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. നിനക്കൊന്ന് ചോദിച്ചാ അവൻ സൈലന്റ് ആവും. പിന്നെ ഇപ്പൊ പെട്ടെന്ന് പൊട്ടിമുളച്ച നിന്റെ ഫാദർ, ആളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. ഹ്യൂജിനെ കൂടി നീ റിസ്കിലാക്കരുത്. അങ്ങനെ വാൺ ചെയ്ത് ഹാപ്പി ആയിട്ടാണ് പാർക്ക് അവിടെ നിന്ന് പോയത്. നെക്സ്റ്റ് ഡേ സംഗിന് ഒരു ഫോട്ടോഷൂട്ട് നടത്താനുണ്ട്. അത് മാമയുടെ കൂടെ. ഇത്ര നാളും കൂടെ നിന്ന് ഫ്രണ്ടിനെ അവൻ അസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് വിളിക്കുമ്പോ അവനുണ്ടായ സന്തോഷം. അവൻ തുള്ളിച്ചാടി പോവാണ്. എന്ന ഈ ഫ്രണ്ട് അവന്റെ ഫേസ് നോക്കി തന്നെ മനസ്സ് വായിക്കും. എന്തോ നിനക്കൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിച്ചാ അവൻ അവന്റെ അച്ഛനെ കുറിച്ച് ഓർത്താണ് ടെൻഷൻ. പെട്ടെന്ന് ഒരു ദിവസം ആളിങ്ങനെ പൊട്ടിമുളച്ച് വന്നാ എനിക്ക് എങ്ങനെ ഫീൽ ആവുക? ജോക്കുട്ടന്റെ കൂടെയുള്ള ലൈഫ് എന്തൊരു സമാധാനാണെന്നറിയോ? ചില ടൈം റിയൽ ഫാമിലി പോലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കൂടി ആയപ്പോ അതെല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്നൊരു പേടിയുണ്ട്. അതുപോലെ തന്നെ അവന്റെ അച്ഛൻ പിന്നെ ആ ബിൽഡിംഗിലേക്ക് വരും. നെയ്ബേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കും. ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാവരും തന്നെ അറിയുന്നുണ്ട്. ആയ കാലത്ത് പൈസക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സംഗിനെ ഒരു അച്ഛനായിട്ട് പോലും എന്നെ പരിഗണിക്കുന്നില്ല.
അതൊരു സങ്കടം പോലെ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹ്യൂജിൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്. പിന്നെ അവൾക്കും സംസാരിക്കേണ്ടി വരും. വോജുന് എന്ത് ഇഷ്ടാന്നറിയോ? അവന്റെ മൂക്ക്, ചുണ്ട് എല്ലാം നോക്കി എല്ലാം വോജിനെ പോലെ ഉണ്ട്. ഒരു ഗ്രാൻഡ് പേയുടെ സന്തോഷം പോലെ അവളും അതിനെ നോക്കിക്കാണും. സംഘം ഇവിടേക്ക് വരണ്ട, അവനെ കാണണ്ടെന്നൊക്കെ പറഞ്ഞേന്ന് ഇവളുടെ അടുത്തും വിഷമം പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയും. അപ്പൊ ഹ്യൂജിൻ ആളെ ആശ്വസിപ്പിക്കുകയാണ്. സംഘ് ഭയങ്കര പാവാണ്, അവനെല്ലാം തന്നെ മനസ്സിലാവും. പക്ഷെ കുറച്ച് ടൈം കൊടുക്കണം. അവന്റെ അച്ഛൻ എന്ന നിലയിൽ, ഈ ജോക്കുട്ടന്റെ മുത്തച്ഛൻ എന്ന നിലയിൽ എന്ത് ഹെൽപ്പിനും ആളെ വിളിക്കണമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു ആളായിട്ട് പെട്ടെന്ന് തന്നെ ഇണങ്ങി. നൈറ്റ് വീടെത്തുമ്പോ അവൾ അച്ഛനെ കണ്ട കാര്യമൊക്കെ അവന്റെ അടുത്ത് പറയും. അവൻ ആദ്യം അറിയേണ്ടത് എന്തിനാണ് വന്നതോ, പൈസ വല്ലതും ചോദിക്കാനാണോ, അല്ല എന്തിനു കുഞ്ഞിനെ കാണാൻ സമ്മതിച്ചത്, അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്സെറ്റ് ആവും. 9 വർഷമാണ് ഞാൻ ആ ചിൽഡ്രൻസ് ഹോമിൽ കഴിഞ്ഞത്. എനിക്ക് എല്ലാവരും ഉണ്ടായിട്ട് ഒരു അനാഥനെ പോലെ. അയാൾക്ക് അതിന് എന്ത് സമാധാനം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഹ്യൂജിന് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ഇവനറിയാത്ത, ആളിതുവരെ പറയാത്ത എന്തോ ഒരു കാരണം ഇതിന് പിന്നിലുണ്ടാവും. അത് ചിലപ്പോ അവന്റെ ചേട്ടൻ അറിയാമായിരിക്കും. എന്നാൽ ആളും ജീവനോടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഹ്യൂജിനാണെങ്കിൽ അച്ഛൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോ സംഘിന് നല്ല വിഷമമുണ്ട്. അവനിതൊന്നും ആഗ്രഹിച്ച കാര്യങ്ങളല്ല ലൈഫില്. മാത്രല്ല ഇവള് പോലും അവന്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ, അതോർത്താണ് കൂടുതൽ വിഷമം. അവൻ ലൈറ്റായിട്ട് പിണങ്ങി റൂമിലേക്ക് പോവും. കെട്ടിയത് നെക്സ്റ്റ് ഡേ ഓഫീസിൽ ഒരു പ്രശ്നമുണ്ട്. ഫൈനൽ പാർട്ട്ണർ സെലക്ഷനിൽ BS ഫുഡ് കമ്പനിക്ക് ഒരു എതിരാളി വന്നിരിക്കുകയാണ്, ഹൻബി ഫുഡ് കമ്പനി. അവരുടെ പ്രോജക്റ്റും ഇവരുടെ പ്രോജക്റ്റും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഓഫീസിൽ ഒരു ടോക്ക് വന്നു തുടങ്ങി. ആരും ഇവരുടെ പ്രോജക്റ്റിന്റെ ടീം മറ്റുള്ളവർക്ക് ചോർത്തി കൊടുത്തു. അവിടെ ഉള്ളവരിൽ ഹ്യൂജി മാത്രമാണ് ഇന്ത്യൻ ആയിട്ടുള്ളത്, അതായത് ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ എംപ്ലോയീസ് എല്ലാം ഇവളെയാണ് കുറ്റം പറയുന്നത്, ഇവളാണ് ചോർത്തി കൊടുത്തത്. ഇത് അവളും കേട്ടോണ്ട് വന്നു. അവരോടൊക്കെ പറയാവുന്നതിന്റെ മാക്സിമം അവള് പറഞ്ഞു നോക്കി ഞാനല്ലെന്ന്. എന്നാൽ ആരും വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, ഗ്രൂപ്പിൽ പോലും ഇതൊക്കെ തന്നെയാണ് ചർച്ച. അതുകൊണ്ട് മനസ്സ് വല്ലാതെ വേദനിച്ച് അവൾ ഓഫീസിൽ നിന്ന് മാറി ഒരിടത്ത് പോയിരുന്ന് കരയുമ്പോ അത് കണ്ടോണ്ട് പാർക്ക് അങ്ങോട്ട് വരും. അവന് കാര്യമെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവളെ നല്ല വിശ്വാസമാണ്, സോ സപ്പോർട്ട് കൊടുക്കും. സംഘം അവരുടെ ടീമിലുണ്ടല്ലോ, അവൻ കുറച്ച് റെഫറൻസ് എല്ലാം കാണിച്ചു കൊടുത്ത് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയും. കൊറിയയിലെ സിമ്പിൾ ആയിട്ടൊരു സ്ട്രീറ്റ് ഫുഡാ, അതാണ് ടിറ്റിയോ ബോക്കി. അത് അവര് തെരഞ്ഞെടുത്തു. ഓഫീസിൽ വെറുതെ ഇരുന്നപ്പോ അവളെ കുറിച്ച് മോശം സംസാരിക്കുന്നതും ഗോസിപ്പ് ഇറക്കുന്നതും ഒക്കെ സംഘിന്റെ ചെവിയിലും എത്തി. അവനതൊന്നും മൈൻഡ് ചെയ്യില്ല. മാത്രല്ല ഇന്നലെ കുറച്ച് ഇമോഷണൽ ആയി പോയെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് സോറി ചോദിക്കുകയാണ്. അവൻ പിണക്കൊക്കെ മറന്ന് കൂട്ടായല്ലോ. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് പാർക്ക് കണ്ട് അവളെ വിളിച്ചോണ്ട് പോവും. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. BS കമ്പനിയുടെ പ്രോജക്ട് ടീം. അത് ലീക്കായല്ലോ, അതേപറ്റിയൊക്കെ ഡയറക്ടർ വരുമ്പോ ചോദിക്കും. ആരാ പ്രസന്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹ്യൂജൻ അപ്പൊ തന്നെ കൈ പൊക്കും. എന്നാൽ ടീമിന് അത് അത്ര ഇഷ്ടമായിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഗ്ലോബൽ ലെവലിലുള്ള പ്രസന്റേഷൻ ആണ്. അതൊക്കെ ഇവർ ഒരു ഇന്റേൺ ആയ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞ ഒരു കമ്പനിനെയാണ് അവള് റെപ്രസെന്റ് ചെയ്യേണ്ടി വരിക. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് നടക്കുമ്പോ പാർക്കാണ് ഒരു സജഷൻ വെക്കുക. അങ്ങനെ അവർക്കൊരു ട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുമ്പോ പാർക്കാണ് ഒരു സജഷൻ വെക്കുക. 3 ടീം ഉണ്ടല്ലോ, ടീം 1, 2 and 3. അവര് 3 പേരും പ്രസന്റേഷന് റെഡി ആവട്ടെ, അതിലാരാ ബെസ്റ്റ് എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഹ്യൂജിനോട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാ അവൾക്കാണെങ്കിൽ ഡബിൾ ഓക്കെ. സംഘിന്റെ അച്ഛനാണെങ്കിൽ അവിടെയുള്ള മിക്ക നെയ്ബേഴ്സിന്റെ അടുത്തും കൂട്ടായി. അത് മാത്രല്ല പലരെയും ഹെൽപ്പ് ഒക്കെ ചെയ്യും. ഇത് കണ്ടുകൊണ്ടാണ് സംഘം വരുന്നത്. ആളവിടെ വരുന്നത് പോലും അവന് ഇഷ്ടമല്ല. മൈൻഡ് പോലും ചെയ്യാതെ നടന്നു പോകുമ്പോ നെയ്ബേഴ്സ് എല്ലാവരും തന്നെ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ഹ്യൂജിനാണെങ്കിൽ ഓഫീസിൽ ഒരുപാട് വർക്കുണ്ട്. അത് മാത്രല്ല രാത്രി ആയാലും തീരണ്ടേ. സംഘം വീട്ടിലെത്തിയിട്ട് പോലും അവൾ എത്തിയിട്ടില്ല. കൊറേ നേരമായിട്ട് വിളിക്കുകയാണ്. ചോക്കുട്ടാ നിന്റെ ആന്റി എന്താ ഫോൺ എടുക്കാത്ത? ആക്ച്വലി അവളിപ്പോ ലേറ്റ് ആയതുകൊണ്ടാണ് പാർക്കിന്റെ കൂടെയാണ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവൻ ചോദിക്കും, നിനക്ക് എന്തേലും ഹെൽപ്പ് വേണോ ഈ ഒരു പ്രോജക്റ്റിൽ? ഇത്തവണ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ അവൾക്ക് തന്നെ ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് വാശിയാണ്. അവൾക്ക് അവളുടെ സെൽഫ് തന്നെ പ്രൂവ് ചെയ്യാനുള്ള ഒരു വാശി. പാർക്കിനും അത് ഇഷ്ടമായി. അവൾക്ക് അതിന് കഴിയുന്നത് തന്നെയാണ് അവന്റെ വിശ്വാസം. സോ ഓൾ ദി ബെസ്റ്റ് കൊടുക്കും. വീടെത്തിയിട്ട് ഇവർ ഇത്ര നേരമായിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലാത്തോണ്ട് സംഘം ജോക്കൂട്ടിനെ അങ്ങോട്ട് വരും അവളെ വിളിക്കാൻ വേണ്ടി. അവൻ കേൾക്കാൻ വേണ്ടി മാത്രം അത്രയും കോൺഫിഡന്റ് ആയിട്ട് പാർക്ക് ഒരു കാര്യം പറയും. ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ട് ഡേറ്റിങ്ങിന് പോകണം. അത് സംഘിന് കൊള്ളാതിരിക്കോ? പാർക്കിനോട് നിനക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് അവൻ ചോദിക്കും. നീ പലപ്പോഴും എന്നെ മറക്കുന്നത് പോലെ ഞാനിവിടെ നിന്റെ സൈഡ് എപ്പോഴും ഉണ്ടാവും. ഇവനെന്ത് പറ്റിയ പെട്ടെന്ന് എന്ത് ഇങ്ങനെയൊക്കെ പറയാനെന്നാണ് അവൾ ആലോചിക്കുന്നത്. 2 പേരുടെ ഫേസ് മനസ്സിലോട്ട് വരും. പക്ഷെ ഇപ്പൊ അവൾക്ക് അർജന്റ് ആയിട്ട് ചെയ്യേണ്ടത് പ്രോജക്റ്റ് ആണ്. അതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ 2നെ ഒഴിവാക്കും. എന്നിട്ട് വർക്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാണ്. ഓഫീസിൽ ലേറ്റ് നൈറ്റ് ഉറക്കം വരാതെ പിടിച്ചിരിക്കണ്ടേ. അതിനവളെ ഹെൽപ്പ് ചെയ്തത് ഈ ബോക്സിൽ ഇരിക്കുന്ന ചോക്ലേറ്റ്സ് ആണ്. എന്നാലും ഒരു പരിധിയില്ലേ അവള് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ആ ടൈമിൽ പാർക്ക് അങ്ങോട്ട് വരും. അവന്റെ കോട്ടൺ ലൗരി അവളെ പതിപ്പിക്കുകയാണ്. മാത്രല്ല ചോക്ലേറ്റും ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് അവൾ ഉണരുമ്പോഴോ ഒന്നും അറിയാത്ത പോലെ വർക്കിങ്ങും. പക്ഷെ അവൾക്ക് മനസ്സിലായി ഇന്ന് സൺഡേ ആണ്, ഓഫീസിൽ പോണ്ട. അതുകൊണ്ട് അവൾ കുറച്ച് വൈകിയാണ് എഴുന്നേക്കുന്നത്. അപ്പോഴേക്കും സംഘ ഒരു ലോഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും അസാധ്യ രുചിയും. ജോക്കുട്ടനും കൊടുക്കും. അവൻ
അവന് ഹാപ്പി. ഓഫീസിലെ റൂമേഴ്സ് ഒക്കെ അവള് പറയുമ്പോ ഇവനാണ് ദേഷ്യം വരാ. ആര് ഇത്രയ്ക്ക് അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്? ഹറാസ്മെന്റ് ആണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കണം. അതൊക്കെ ഇങ്ങനെ നടക്കാതെന്ന് നമ്മള് മൈൻഡ് ചെയ്യില്ലാന്ന് ഇവള് പറഞ്ഞ് ആശ്വസിപ്പിക്കും. പിന്നെ ഇന്ന് ഇവനൊരു ഷോട്ട് ഉണ്ട്. വരുന്നതെല്ലാം ഫോറിജിയൻസ് ആണ്. നീ എന്നോട് പറഞ്ഞില്ലേ നിന്റെ പ്രോജക്റ്റിന് മാർക്കറ്റ് റിവ്യൂ ഒക്കെ എടുക്കണമെന്ന്? ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവും. നീ വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ അവൾക്കാണെങ്കിൽ 100 വട്ടം സമ്മതം. പക്ഷെ വൂജു അവനെന്ത് ചെയ്യും, എന്നെന്ത് ചെയ്യുമെന്ന് അവൻ തന്നെ ചോദിക്കും. ഉള്ള എല്ലാവരും തന്നെ ഇന്ന് ബിസിയാണ്. നെയ്ബേഴ്സ് ബിസിയാണ്, ഫ്രണ്ട്സ് ബിസിയാണ്. കുറെ പേര് വിളിച്ചു നോക്കി. ലാസ്റ്റ് ആണ് അമ്മയും മോനെയും വിളിക്കുന്നത്. അവരെ വിളിച്ചാ അവരെന്തോ ട്രക്കിങ്ങിലാണ്. പക്ഷെ ഒരു ഐഡിയ കൊടുക്കും. ചോക്കൂട്ടന്റെ മുത്തച്ഛനുണ്ടല്ലോ, ആൾക്കൊരു ചാൻസ് കൊടുത്തൂടെ? മുത്തച്ഛനും കാണില്ലേ പേരക്കുട്ടിയെ ഒന്ന് ഓമനിക്കാനും കയ്യിലെടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഒരു ആഗ്രഹം. അതെ, അവസാനം അവന്റെ ഗ്രാൻഡ് പേ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നു. ആൾക്കാണെങ്കിൽ നല്ല സന്തോഷായി. മാത്രല്ല ജോക്കൂട്ടനും ആളുടെ അടുത്ത് ഓക്കെയാണ്. അവൻ കംഫർട്ടബിൾ ആണ്. അത് കാണുമ്പോ സംഗിന്റെ മനസ്സിനും ആ ദേഷ്യമൊക്കെ കുറച്ച് കുറയുന്നുണ്ട്. അവനും കുറച്ച് മെൽറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോഷൂട്ട് ടൈം. സംഘാണ് ഇൻചാർജ്. ഗസ്റ്റസ് എല്ലാവരും വന്നു. നല്ലൊരു പീസ്ഫുൾ ആയൊരു സ്ഥലം. തൊട്ടടുത്തായിട്ട് തന്നെ അവളും ഉണ്ട്. അവന്റെ വർക്കൊക്കെ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കുറെ ഫോട്ടോസ് എല്ലാം എടുത്തു. എല്ലാം നൈസായിട്ട് തന്നെ കഴിഞ്ഞു. ഫുഡ് ഉണ്ടാക്കിയതാണെങ്കിൽ ഹ്യൂജിൻ. അവരോട് എല്ലാവരും അവരുടെ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൾക്ക് നല്ലൊരു എക്സ്പീരിയൻസും കിട്ടി. എല്ലാവർക്കും ആ ഫുഡ് നല്ലതായിട്ട് ഇഷ്ടമായി. അത് മാത്രല്ല സംഘ ഹാപ്പിയാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും ഒരുമാതിരി എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞു. ഇനി തിങ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം, ക്ലീൻ ചെയ്യണം. അതിനിടയ്ക്കാണ് നല്ല മഴ പെയ്യുന്നത്. സംഘ അവളുടെ കൈ പിടിച്ച് ആ വഴിയിലൂടെ ഓടി വരികയാണ്. കിട്ടിയൊരു ഷെൽട്ടറിൽ. അവര് രണ്ടുപേരും അവൾക്ക് നല്ല മഴ ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യം ഓർത്തെടുത്താണ് സംഘ ഇപ്പൊ അവളെ കൊണ്ട് മഴ നനപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ അവള് ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും ഇതൊരു ഡേറ്റിംഗ് ആയിട്ട് മാറിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇത്ര മഴ നനഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല. നിനക്ക് എന്തെങ്കിലും ഹാർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഒരു കൊടയുടെ ഷെൽട്ടർ പോലെ ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. അവൾ അതെല്ലാം കേട്ടിരുന്ന് തിരിച്ചു അതേപോലെ തന്നെ ഞാനും ഉണ്ടാവുന്ന അവന്റെ അടുത്ത് വാക്ക് കൊടുക്കും. കഴിഞ്ഞ ദിവസം ഇവര് തമ്മിൽ ചെറുതായിട്ടൊന്ന് പിണങ്ങിയായിരുന്നല്ലോ. അതെല്ലാം തന്നെ ഇപ്പൊ ഒത്തുതീർപ്പാക്കി ഇതേ കൈയും കൊടുത്തു. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഓഫീസിൽ സെലക്ഷൻ ടൈമാണ്. ടീം സിയെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂജിനാണ്. അവള് ലേറ്റ് നൈറ്റ് ഒരുപാട് കഷ്ടപ്പെട്ടത്, റിസ്ക് എടുത്ത ഫോറിജിയൻസുമായിട്ട് സംസാരിച്ചത്, ഇവരുടെ പ്രൊഡക്റ്റ് ഒക്കെ അവർക്ക് കൊടുത്തത്, അവര് കഴിക്കുന്നതിന്റെ റിവ്യൂ എടുത്തത് എല്ലാം ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫുഡിന് എന്തുകൊണ്ട് സ്യൂട്ട് ആവുന്നുള്ള കൺസെപ്റ്റാണ് അവള് മുന്നോട്ട് വെച്ചത്. ആ ഒരൊറ്റ റിവ്യൂ കൊണ്ട് തന്നെ അവൾ അത് പ്രൂവ് ചെയ്ത് കാട്ടിക്കൊടുത്തു. പാർക്കിന് വലിയ സന്തോഷമായി. അതുകൊണ്ട് അവനൊരു തംസപ്പ് കാണിക്കും. സോ ആ ഒരു പ്രോജക്ടിന്റെ ഫുൾ വർക്ക് കിട്ടിയത് ഇവരുടെ ടീമിന് തന്നെയാണ്. അവൾ ആ സന്തോഷം ആദ്യം സംഘനെ വിളിച്ച് പറയുമ്പോ ചോക്കുട്ടാ നിന്റെ ആന്റി വിചാരിച്ചതുപോലെ തന്നെ തകർത്തു വിട്ടാ. നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? വേഗം തന്നെ അവനെ റെഡിയാക്കി ഒരു കേക്ക് ഷോപ്പിലേക്ക് പോവാണ്. ഏത് കേക്ക് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ചോക്കൂട്ടനാണ്. ഹ്യൂജിന് അവളുടെ കഴിവെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു. അവളിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നു വരുമ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവിടേക്ക് മഴ പെയ്യും. അയ്യോ ഞാൻ കൊട എടുത്തില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ടൈമിൽ തന്നെ അവിടേക്ക് പാർക്ക് വരും. എന്തിനാ? അവളെ പ്രപ്പോസ് ചെയ്യാൻ. അതോ ആ മഴയത്ത് കൊടയായിട്ട്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടാന്ന് പറയുമ്പോ അവളും അവനെ തന്നെ നോക്കുവാണ്. സോ ഇങ്ങനൊരു സീൻ കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നത്.